ഹായ് ഫ്രണ്ട്സ്, ജ്യോതിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പിസയാണ്. അതിനു മുമ്പേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പിസയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇളം ചൂടുവെള്ളത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇളം ചൂടുവെള്ളം തന്നെ വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ഇത് നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈസ്റ്റിൻ്റെ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മാവ് കുഴച്ചെടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ വയ്ക്കുക. നല്ല മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നല്ല ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു നനഞ്ഞ ടവലിട്ടിട്ട് മൂടി വെക്കുക. ഇതൊരു 4 മണിക്കൂർ പൊന്താൻ വെക്കുക. സോസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സവാള ചെറുതായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി വഴറ്റുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മിക്സിയിൽ ആക്കിയിട്ട് വരണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത തക്കാളി ഒന്ന് അരിപ്പേര് വെച്ച് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് തോലും കുരുവൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല മിക്സാക്കി എടുക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക.
ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു സോസിൻ്റെ പരിവാകുന്നവരെ, തക്കാളീൻ്റെ പച്ച മണമൊക്കെ പോകുന്നവരെ നമ്മൾ നല്ല ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ പിസ്സ സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുക. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ പിസ്സയുടെ മാവ് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്നുകൂടെ നല്ലോണം കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിസ്സ തയ്യാറാക്കാൻ വേണ്ടി മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് സവാള, കുറച്ച് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ നമ്മൾ മഞ്ഞളും ഉപ്പും മുളകും ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കാം. ഓവൻ ഇല്ലാതെയാണ് ഞാൻ പിസ്സ തയ്യാറാക്കുന്നത്. അപ്പം പിസ്സേൻ്റെ ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് നല്ല എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പരത്തി കൊടുക്കുക. അപ്പോൾ സൈഡൊക്കെ നല്ല ഉരുട്ടി കൊടുക്കുക, നല്ല പരത്തി കൊടുക്കുക. പിന്നെ അധികം തടിയില്ലാണ്ട് പരത്തരുത്, പിസ്സ ഹാർഡായി പോകും. ഇതെല്ലാം പരത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് സെൻറ്ററിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. സൈഡിലേക്ക് അധികം പോകാണ്ട് നടുക്ക് മാത്രമായിട്ട് വെച്ച് കൊടുക്കുക. ഇതൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ പീസ് വെച്ച് കൊടുക്കും. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. കുറച്ച് തക്കാളി വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ചും കൂടെ ചീസ് മേലെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് കടായിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനൊരു പാത്രം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിസ്സ വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മുറിച്ചെടുക്കാം.
നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.